ഇട്ടിച്ചാന്റെ വീട്ടിലെ അപ്പനപ്പൂപ്പന്മാരെ ഇട്ടിച്ചാന്റെ നല്ല ബുദ്ധി കൊടുത്ത് ഞങ്ങളുടെ കാര്യം ശരിയാക്കി തരണേ. എന്തിനാണ് വിളിച്ചേ? ജോണി ചാൻ എന്നെ കെട്ടിച്ചുവിടാനുള്ള ചില ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇട്ടിച്ചാന്റെ വീട്ടിലെ ആത്മാക്കൾ കൊള്ളാല. പ്രാർത്ഥിച്ചപ്പോ തന്നെ പണിയും തന്നാ ആത്മാക്കളെ കൊല്ലും ഞാൻ. പറയുന്നത് കേക്ക്. അതുകൊണ്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടി ആരും അറിയാതെ നാളെ നമ്മൾ രജിസ്റ്റർ മാരേജ് ചെയ്യുന്നു. രജിസ്റ്റർ മാരേജ്? അതെ, രജിസ്റ്റർ മാരേജ്. അല്ലാതെ വേറെ ഒരു വഴിയില്ല. ജോസിനെ വിളിച്ചു വരുത്തി ഒരു നേരത്തെ ആഹാരം കൊടുക്കണമെന്ന് ഒരുപാട് നാളുണ്ട് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇന്നാ നടന്നത്. ഒരു നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. 3 പെട്ടിയുടെ കാശ് ആ പട്ടിയിരുന്ന് വെട്ടി വിഴുങ്ങണത്. ഇതിന്റെ കാശ് ഞാൻ തരാം. തന്നില്ലെങ്കിൽ ഞാൻ കുത്തിപ്പിടിച്ച് വാങ്ങിക്കും. ഈ ജോസേട്ടനുള്ള ഒറ്റ ധൈര്യത്തിന് ഞാൻ ഈ രജിസ്റ്റർ മാരേജിന് മുതിരുന്നത്. അവളെ നഷ്ടപ്പെടാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് ആരും അറിയാതെ ഒരു മുൻകരുതല്. ദേ, അപ്പനും അമ്മച്ചൊന്നും അറിയരുത്. നീ ആദ്യമേ തന്നെ രജിസ്റ്റർ ഓഫീസിന്റെ മുന്നിൽ ചെന്ന് നിന്നോ. മേരി കവലയെന്ന് പുറപ്പെടുന്ന തൊട്ട് പിന്നാലെ ജോസ് എത്തും. ആർക്കും ഒരു സംശയം തോന്നാത്ത വിധത്തിൽ ഈ കാര്യങ്ങൾ ഞാൻ നടത്തി തരും. ജോസിന് എന്തോ ഐഡിയ പറയാണ്ട്. എന്താ ജോസേ? ചിക്കൻ ഇല്ല. നീങ്ങ വന്നേ. നീ നമ്മുടെ മോനെ കൊണ്ട് അകത്ത് പോയിക്കോ. ഇല്ലെങ്കിൽ ചിക്കനാണെന്ന് പറഞ്ഞ് നമ്മുടെ ചെക്കൻ അവൻ തിന്നും. 2 പഴം കൂടി കുത്തിക്കേറ്റിക്കൂടെ? വെല്ലേട്ടാ, കവലയിലേക്കാണോ? ഞാനും ഉണ്ട്. എന്നെന്താ പള്ളിയുടെ മുന്നിൽ ഇറക്കോ? എന്തേ? ബസ് വന്നാ എങ്ങനെ അതിൽ കയറി പോവും? ഒരു പെട്ടിയിലാക്കി കയറ്റി വിടട്ടെ. ജോണിക്കുട്ടി കണ്ടു കഴിഞ്ഞാൽ മേരിക്ക് അത് തന്നെ ഉപയോഗിക്കുകയും ചെയ്യാം. ഒന്ന് ചുമ്മാതിരി. ഒരു ഐഡിയ ഉണ്ട്. ജോസേ, സിസിലൊന്നു വന്നേ. വാ, നീ ആ ഷാളൂരാൻ ഈ ഷാളം കൊടുക്ക. എന്നിട്ട് ഈ ഷാൾ തലവഴിയിട്ട് ആ ജോസിന്റെ സൈക്കിളിൽ പോയിക്കോ. എന്താ? അതെല്ലാം പിന്നെ പറയാം. ലോനപ്പാ, ആ പെൺകുട്ടിയുമായി സൈക്കിളിൽ പോയവൻ ഇവിടുത്തുകാരനാണോ? അത് നമ്മുടെ സോളമന്റെ ചേട്ടായി അല്ലേ? അല്ല, ആളെതിന് പറയോ? അറിയോന്നോ? 7 കൊല്ലം ജയിലിൽ കിടന്നവനാ ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്നതിന്. വരുന്ന വഴി എല്ലാം ഞാൻ അയാൾ നോക്കി, എങ്ങും കണ്ടില്ല. മേരിയെ കൊണ്ട് സൈക്കിളിൽ പോകുന്നു അയാളാ. നിർത്ത്. നമ്മുടെ സൈക്കിളല്ലേ? മേരി, 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 മേരി. ലോനപ്പാ, സോളമാ, വാ.
മേരി 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 എന്തുണ്ടായേ മേരി എന്താ പറ്റി? ഞാൻ മഴയിൽ നിന്ന് വീണതാ. എന്റെ കർത്താവേ, ഭാഗ്യത്തിന് അയാൾ കൊന്നില്ലല്ലോ. ഏതായാലും കഴിഞ്ഞു. എന്റെ മോക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് കരുതിയാ മതി. ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും ആരോട് പറയാൻ നിൽക്കണ്ട. കുട്ടി മാനഭംഗത്തിന് ഇരയായെങ്കിലും സോളമൻ കുട്ടി ഉപേക്ഷിക്കില്ല. ഉപേക്ഷിക്കോടാ. ഉപേക്ഷിക്കോന്ന്. എന്തൊക്കെയാ പറയുന്നത്? ജോസേട്ടനവിടെ? അയാൾ അടുത്ത പിന്നെ മാനഭംഗപ്പെടുത്താൻ പോയി കാണും. മിണ്ടായിരടോ. നീ പറ, എന്താ ഉണ്ടായത്? ജോണിച്ചാന്റെ കണ്ണു വെട്ടിച്ച് ഞങ്ങള് സൈക്കിളിൽ വരുമായിരുന്നു. ചതിച്ചിട്ട് മുങ്ങി നടക്കാണല്ലേ? കൊല്ലുന്നിന് ഞാൻ. ഈ ജോസിനെ തട്ടിക്കൊണ്ടുപോയ ആളെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്ത് ഹൈറ്റ് വരും? നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച ആളല്ല. ഞാൻ ഉദ്ദേശിച്ചാൽ പൊക്കം കുറവാ. അല്ല, ഇനി ജോണിക്കുട്ടി അയച്ച ആളായിരിക്കോ? തോറ്റതിന്റെ പക കാണാതിരിക്കില്ലല്ലോ. ഞങ്ങള് രജിസ്റ്റർ ചെയ്യാൻ പോണ കാര്യം എങ്ങനെയെങ്കിലും ലീക്കായി കാണുമല്ലോ ഓനപ്പാ? ഏയ്, കാണോ? എങ്ങനെ അറിയാം? ചിലപ്പോ പറയാൻ പറ്റില്ല. കാണായിരിക്കും. ഏയ് ഇല്ലേ, കാണോ? അത് ഇച്ഛാനയച്ച ആളൊന്നും അല്ല. ഇത് വേറെന്തോ പ്രശ്നമാണ്. എന്തോ ചതിച്ച കാര്യമൊക്കെ പറയുന്ന കേട്ടു. അതെന്തെങ്കിലും ആവട്ടെ, പോയത് പോയി. നിങ്ങൾ രജിസ്റ്റർ ഓഫീസിൽ വേഗം ചെന്ന് കാര്യം നടത്താൻ നോക്ക്. അല്ല, ഞാൻ ആലോചിക്കുമ്പോ എന്ത് നമ്മളിനി അങ്ങോട്ട് പോയിട്ട് റിസ്ക് എടുക്കണോ? തൽക്കാലം നമുക്കിത് പെൻഡിങ് വെച്ചാലോ? വീട്ടുകാർ വേറെ കല്യാണം ഉറപ്പിച്ചാലും മനസ്സമ്മതം ചോദിക്കുമ്പോ സമ്മതമല്ലെന്ന് പള്ളിയിൽ വെച്ച് പറഞ്ഞ ഒരു കല്യാണം നടക്കില്ല. നമ്മുടെ സഭയിൽ അങ്ങനെ ഒരു നിയമമുള്ളപ്പോ നമ്മൾ എന്തിനാ വെറുതെ? നിന്നെ കൊണ്ടല്ലോ, നിന്നൊക്കെ വിശ്വസിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്ന് എന്നെ വേണം പറയാൻ. അവസരത്തിനൊത്ത് അഭിപ്രായം മാറ്റുന്ന ഒരു പേടിത്തൊണ്ടൻ. നിനക്ക് വേണ്ടി വീട്ടുകാരോട് യുദ്ധം ചെയ്യുന്ന ഞാനാ മണ്ടി. ഇനി നീ എന്നെ കാണാനോ സംസാരിക്കാനോ വന്നു പോയത് കേട്ടോടാ കുഞ്ഞാടെ. മേരി, അവിടെ പോയി ഒപ്പിട്ട് വെക്കണ്ട മണ്ട. പെണ്ണിന്റെ മനസ്സാ, അത് എപ്പോഴാ മാറുന്നു പറയാൻ പറ്റില്ല. അവള് പോയാലുണ്ടല്ല, അവള് പോയ അവളുടെ വീട് വരെ പോവും. ചെമ്മീൻ ചാടിയ ചട്ടിയോളം. എന്റെ പൊന്ന് ലോനപ്പാ, ആ ജോസേട്ടനുള്ള ധൈര്യത്തിലാണ് ഞാൻ ഈ കളിയൊക്കെ കളിച്ചത്. അതിനിടയിൽ ഞാനിഞ്ഞി രജിസ്റ്റർ ചെയ്തൊന്നെങ്ങാനും പുറത്തിറങ്ങ ആ ജോണിക്കുട്ടിയും വീട്ടുകാരും എല്ലാരും കൂടി എന്റെ ബോഡിയിൽ സകല പാർട്ടിയുടെ പൊതുസമ്മേളനം നടത്തും. തൽക്കാലം ജോസേട്ടനെ തട്ടിക്കൊണ്ടുപോയ കഥ ആരും അറിയണ്ട. ജോസേട്ടന് ടൗണിൽ ജോലി കിട്ടി. എന്നെ ആരെങ്കിലും തൊട്ടാൽ ആള് ടൗണിൽ നിന്ന് വരും. അങ്ങനെ ഒരു കഥ ഇനി പ്രചരിപ്പിക്കാവൂ, അല്ലെങ്കിൽ എന്നെ അറിയാലോ. സോളമൻ. ഇനി അയാൾ തിരിച്ചു വന്നാലോ? എന്റെ ഒരു കണക്കൂട്ട് വെച്ച് അയാൾ ഇനി തിരിച്ചു വരില്ല.